ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഗ്രീൻ സിന്തസിസ്. അപ്പോൾ സിന്തസൈസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ടേംസ് തന്നെ ഇതിൽ ഇനി പഠിക്കാനുള്ളൂ. അപ്പോൾ ഗ്രീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ചെയ്യുക എങ്ങനെ, ഗ്രീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രി യൂസ് ചെയ്തിട്ട് സിന്തസൈസ് ചെയ്യുക. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രി യൂസ് ചെയ്തിട്ട് നമ്മളൊരു സബ്സ്റ്റൻസ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് എന്ത് ഫോളോ ചെയ്തിട്ട് വേണം? 12 പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ കെമിസ്ട്രി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രീൻ സിന്തസൈസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കി ഒക്കെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഗ്രീൻ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? അതിനകത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യൂസ് ഓർ ജനറേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ വേസ്റ്റേജ് ഓഫ് എനർജി അല്ലെങ്കിൽ ലാർജ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി ഉണ്ടാവാൻ പാടില്ല. പ്രൊഡക്ഷൻ ഓഫ് വേസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒപ്റ്റിമം മിനിമത്തേക്ക് കൊണ്ടുവന്ന് ഒരു സിന്തറ്റിക് മെത്തേഡാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീൻ സിന്തസിസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്തൊക്കെ റെഡ്യൂസ് ചെയ്യണം? ജനറേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ് മിനിമം ആയിരിക്കണം, യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് എനർജി മിനിമം ആയിരിക്കണം, പ്രൊഡക്ഷൻ ഓഫ് വേസ്റ്റ് മിനിമം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിന്തസിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീൻ സിന്തസിസ്. അതിന് എന്ത് ഫോളോ ചെയ്യണം? മസ്റ്റായിട്ടും 12 പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. അവർ കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻഡ് പ്രൊഡക്ട്സ് കിട്ടും. അതുപോലെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒപ്റ്റിമം ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് നമ്മൾ ചെയ്യുക. കാറ്റലിറ്റിക് കണ്ടീഷൻസ് നമ്മളവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും, അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഹൈ പെർസെൻറ്റേജ് ഈൽഡ് ആയിരിക്കും. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഗ്രീൻ സിന്തസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിരിക്കണം, യൂസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മീഡിയം യൂസ് ചെയ്തിരിക്കണം, അതുപോലെ ഹൈ ഈൽഡ് കിട്ടണം, ഒപ്റ്റിമം ടെമ്പറേച്ചർ പ്രഷറിലായിരിക്കണം, കാറ്റലിറ്റിക് കണ്ടീഷൻസും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലാണ് അതെന്താവുന്നത്? ഒരു ഗ്രീൻ സിന്തസിസ് ആയി മാറുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി. എപ്പോഴും ചോദിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി നമ്മൾ എന്താ പറഞ്ഞത്? എടുത്ത റിയാക്റ്റൻസ് മൊത്തത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫൈനൽ ഡിസൈഡ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആറ്റം എക്കണോമി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആറ്റം എഫിഷ്യൻസി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് പഠിക്കുക. പെർസെൻറ്റേജ് ആറ്റം എക്കണോമി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്, എത്രത്തോളം പ്രൊഡക്റ്റ് ഫോം ചെയ്തു അതിൻ്റെ മാസ്, മോളിക്കുലർ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ദ റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓഫ് ദ റിയാക്റ്റൻറ്റ്. എത്ര റിയാക്റ്റൻസ് എടുത്തോ അതിൻ്റെ ടോട്ടൽ മോളിക്കുലർ മാസ് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് ആറ്റം എക്കണോമി കിട്ടുന്നത്. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊപ്പീനാണ് അല്ലേ. പ്രൊപ്പീനിക്ക് ഇവിടെ PT എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ H2 ആഡ് ചെയ്യാണ്. PT കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ H2 നമ്മൾ ഈ ഡബിൾ ബോണ്ടിക്ക് അഡീഷൻ റിയാക്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഗീവ് CH3 CH2 CH3. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇതും നമ്മുടെ റിയാക്റ്റൻ്റാണ്. H2 നമ്മുടെ റിയാക്റ്റൻ്റാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് നോക്കുക. കാർബണിൻ്റെ 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 44 കിട്ടും. അതുപോലെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ ഓഫ് ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് വരുന്നത് ഈ രണ്ടെണ്ണമാണ്. അപ്പോൾ കാർബണിൻ്റെ 12, ഹൈഡ്രജൻ്റെ 1, ഇവിടെയും ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. ഇവിടെ 42 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 44 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 44 ഡിവൈഡഡ് ബൈ 42 പ്ലസ് 2 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലി ആൻസർ എത്ര കിട്ടുന്നത്? 100. അതായത് ഇവിടുത്തെ ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% ആണ്. നിങ്ങൾ എത്രത്തോളം റിയാക്റ്റൻ്റ് എടുത്തോ അത്രയും തന്നെ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇവിടെ എന്തില്ല? വേസ്റ്റേജ് ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി മാക്സിമം ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അവിടെ വേറെ ബൈ പ്രൊഡക്ട്സ് ഒന്നും
ഫോം ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ പോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ, അതായത് ഇവിടുന്ന് ഒരു പാർട്ട് മാറി വേറൊരു ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. ഇവർക്ക് രണ്ടാൾക്കും എപ്പോഴും എന്തായിരിക്കും ആറ്റം എക്കണോമി എന്ന് പറയുന്നത് 100% ആയിരിക്കും കേട്ടോ. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻസിലൊന്നും 100% ആറ്റം എക്കണോമി നമുക്ക് കിട്ടൂല. അപ്പോൾ ഇത് വിത്ത് എക്സാമ്പിളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ച് ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഓർത്ത് വെക്കുക, അഡീഷൻ റിയാക്ഷനും റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസിനും 100% വരും. സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും അത് വേരി ചെയ്യും. അപ്പോൾ ആറ്റം എക്കണോമി കൂടുതലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോവർ എമൗണ്ട് ഓഫ് വേസ്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. സിന്തസിസ് എന്ന് പറയുന്നത് മോർ ഗ്രീനർ ആവും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പറയാനുള്ളൊരു ടോപ്പിക്ക് ഗ്രീൻ സോൾവൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ, സോൾവൻസ് ഗ്രീൻ ആയിരിക്കണം, അതായത് അത് ഹസാർഡ്സും അതുപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഒന്നും കോസ് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സോൾവൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു റിയാക്ഷനിൽ A to B എന്ന് പറയുന്ന കൺവേർഷനിൽ നമ്മൾ X എന്ന് പറയുന്ന സോൾവൻറ്റ് യൂസ് ചെയ്തു. അത് ചിലപ്പോൾ A to B കൺവേർഷനിൽ സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ C to D എന്ന് പറയുന്ന കൺവേർഷനിൽ X എന്ന് പറയുന്ന സോൾവൻറ്റ് യൂസ് ചെയ്താൽ ഇവിടെ ചിലപ്പോൾ അത് എന്താവണമെന്നില്ല, സേഫ് ആവണമെന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു റിയാക്ഷൻ ഒരു സോൾവൻറ്റ് സേഫ് ആയി എന്ന് വിചാരിച്ച് എല്ലാ റിയാക്ഷനിലും ആ സോൾവൻറ്റ് എന്താവണമെന്നില്ല, സേഫ് ആവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും സേഫ് ഏതാണോ ആ സോൾവൻറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഡെഫിനിഷനിൽ നോക്കുക. എ ഗ്രീൻ സോൾവൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ പ്രോസസ് ഈസ് വൺ ബൈ the use of which adverse environmental impact during its whole ലൈഫ് സൈക്കിൾ ഈസ് ദ ലീസ്റ്റ്. ആ ഒരു കെമിക്കൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്തായിരിക്കണം, ലീസ്റ്റ് ആയിരിക്കണം. ആ ഒരു സോൾവൻറ്റിനെയാണ് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാട്ടോ, എല്ലാ പ്രോസസ്സിലല്ല, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ അതിനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രീൻ സോൾവൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീൻ എന്നുള്ളതിന് കുറേ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയാസ് ഒന്ന് നോക്കി വെക്കുക. അതിൻ്റെ അവൈലബിലിറ്റി, സിന്തസിസ്, പ്രൈസ്, ഗ്രേഡ്, സ്റ്റെബിലിറ്റി, ബയോഡിഗ്രേഡബിലിറ്റി, റീസൈക്ലബിലിറ്റി, ടോക്സിസിറ്റി, പെർഫോമൻസ്, ഫ്ലെയിമബിലിറ്റി, സ്റ്റോറേജ്, റിന്യൂവബിലിറ്റി, ഇതിൻ്റെ ബേസിസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സോൾവൻറ്റ് ഗ്രീൻ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് നോംസ് ഉണ്ട് ഒരു സോൾവൻറ്റ് ഗ്രീൻ ആണോ അല്ലേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സിൽ മാക്സിമം റിക്വയർഡ് പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്യുന്ന ആളെയാണ് ആ ഒരു പ്രോസസ്സിന് ഗ്രീനർ എന്ന് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രീനർ സോൾവൻസിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വാട്ടർ നമുക്ക് നല്ല അവൈലബിളായി കണ്ടീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാം വാട്ടർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ളതാണ് സൂപ്പർ ക്രിട്ടിക്കൽ, കാർബൺ ഡൈ ഓക്സൈഡ്, അയണിക് ലിക്വിഡ്സ്, അതുപോലെ ചില പോളിമറൈസ് സോൾവൻസ് ഒക്കെ നമ്മൾ ഗ്രീനറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് കുറേ പ്രോസസ്സിൽ. ഇതിനകത്ത് തന്നെ വാട്ടറാണ് ഏറ്റവും ചീപ്പസ്റ്റ്, സേഫസ്റ്റ്, മോസ്റ്റ് നോൺ ടോക്സിക് സോൾവൻറ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ മോസ്റ്റ് ഓഫ് ദ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മോർ ഐഡിയൽ ആയിട്ടുള്ള ചോയ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു പ്രോസസ്സിൽ വാട്ടർ മതി എന്നുണ്ടെങ്കിൽ വാട്ടർ യൂസ് ചെയ്യാൻ മതി, അല്ലാതെ വേറെ സോൾവൻസിന് വേണ്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം വാട്ടർ ഇസ് ദ മോസ്റ്റ് ഗ്രീനർ സോൾവൻറ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ചില റിയാക്ഷൻസ് അക്വസ് മീഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, വാട്ടറിൻ്റെ പ്രസൻസിൽ അക്വസ് മീഡിയയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ലൈക്ക് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് പ്രിഫർ ചെയ്യാം.